സ്വർഗരാജ്ഞിയ മാതാവേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ പിറവി തിരുനാൾ ഒരുക്കമായ 8 നോമ്പിൻ്റെ 3-ാം ദിവസമായി ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെയും വലിയ പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എപ്രകാരമുള്ള ഒരമ്മയായിരുന്നു. പരിശുദ്ധ അമ്മ ദൈവത്തോട് യെസ് പറഞ്ഞ അമ്മയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മദർ ഓഫ് യെസ് എന്ന് പറയുക. അതായത് സമ്മതത്തിൻ്റെ അമ്മയാണ്. നമ്മൾക്ക് ജീവിത മേഖലയിൽ നമ്മൾ ദൈവത്തോട് സമ്മതം പറയേണ്ട അനേകം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തോട് യെസ് പറയുന്ന, സമ്മതം പറയുന്ന ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ദൂതൻ വന്ന് ദൈവത്തിൻ്റെ ഈ അരുളപ്പാട് പരിശുദ്ധ മാതാവിനോട് അറിയിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, തൊട്ടടുത്ത വചനം എന്താണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുക? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനം പറയുന്നു. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് വരുന്നത് വലിയ അസ്വസ്ഥതകളാണ്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും ഇതുപോലെ അസ്വസ്ഥതകൾ വന്ന് നിറയാറുണ്ട്. പല കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെക്കുറിച്ചും ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഇനി ഒരിക്കലും സംഭവിക്കില്ല ചില കാര്യങ്ങളെക്കുറിച്ചും അസ്വസ്ഥപ്പെട്ട് കഴിയുന്ന വ്യക്തികളുണ്ട്. നിനക്ക് വ്യക്തി ജീവിതത്തിലുണ്ടായ പല പല കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥതയോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ അസ്വസ്ഥതകളെല്ലാം ദൈവമായ കർത്താവിന് ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്താ? ഇതൊന്നും വ്യക്തമായി ആ സമയം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാകാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് അസ്വസ്ഥത വരാൻ കാരണം. എന്നിട്ടും ഈ അസ്വസ്ഥതയുടെ ഈ നടുവിലും പരിശുദ്ധ അമ്മ ദൈവത്തോട് സമ്മതം പറയുക, ദൈവത്തിൻ്റെ അരുളപ്പാടിനോട് യെസ് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അസ്വസ്ഥതകളുടെ നടുവിൽ പോലും എനിക്ക് നിങ്ങൾക്ക് ദൈവത്തോട് യെസ് പറയാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തോട് യെസ് പറയുന്ന, ദൈവത്തോട് സമ്മതം പറയുന്ന ഒരു വ്യക്തിയായി തീരാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത വരിക എന്ന് പറയുകയുണ്ടായി. വചനം ഇതേക്കുറിച്ച് നിരവധിയായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പിൽ നിരത്തുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മുടെ വചനം ഇപ്രകാരം പറയുന്നു: തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. ഇവിടെ അബ്രാഹാം അസ്വസ്ഥനാകുന്നത് തന്നെ പ്രിയപ്പെട്ട മകനെ ഓർത്താണ്. മക്കളെ ഓർത്ത് അസ്വസ്ഥപ്പെട്ട് കഴിയുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ഈ സമയം ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ മക്കളെ ഓർത്ത് അനേകം മാതാപിതാക്കൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഒരിക്കൽ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയ ദൈവികമായ ഒരു സന്ദേശമായിരുന്നു. ഈ സമയം ഭവനങ്ങളിലുള്ള വിദൂരങ്ങളിലുള്ള തന്നെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് അസ്വസ്ഥപ്പെട്ട് കണ്ണു നിറയുന്ന 14 മാതാപിതാക്കൾ ഈ സമയം ഇവിടെ ഇരിക്കുന്നു. ഞാൻ ആ കൂട്ടായ്മയോട് ചോദിച്ചു, ഈ സമയം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് അവരെ ഓർക്കുക മാത്രമല്ല കേട്ടോ,
നീ അവരെ ഓർത്ത് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ മാതാപിതാക്കളുണ്ടോ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ സമയം എളിമപ്പെടാൻ പറ്റുമെങ്കിൽ ഒന്ന് കരമുയർത്താം. 14ഓളം വ്യക്തികൾ കരമുയർത്തി. അതായത് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളുടെ പഠന മേഖലയെ ഓർത്തും ഭാവി ജീവിതത്തെ ഓർത്തും ഒരുപാട് അസ്വസ്ഥപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ചില മാതാപിതാക്കൾ മക്കൾക്ക് ജോലി കിട്ടാത്ത കാര്യത്തെ കുറിച്ച് അസ്വസ്ഥപ്പെടുകയാണ്. ചില മാതാപിതാക്കൾ മക്കൾക്ക് ജോലി കിട്ടിയതിന് ശേഷം മക്കൾക്ക് ഈ ജോലി നന്നായി ചെയ്യാൻ സാധിക്കുമോ, മകനോ മകൾക്ക് ജോലി സ്ഥിരപ്പെടുമോ, ഈ ജോലി ഏതെങ്കിലും അസ്വസ്ഥ വരുമോ, എന്നിങ്ങനെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചും അസ്വസ്ഥപ്പെടുകയാണ്. ചില മാതാപിതാക്കൾ അസ്വസ്ഥപ്പെടുന്നത് കേൾക്കാറുണ്ട്. ആ മക്കൾ വിവാഹം നടക്കാത്തതിനെ ഓർത്താണ് അവരെ അസ്വസ്ഥപ്പെടുക. നീ വിവാഹം നടന്നു കഴിഞ്ഞാലോ, ഈ നടന്ന വിവാഹം ഈ കുടുംബജീവിതം മനോഹരമായൊരു മുന്നോട്ട് കൊണ്ടുപോകുമോ? അങ്ങനെ പല രീതിയിലാണ് ഒരു വ്യക്തിയിലേക്ക് അസ്വസ്ഥത കടന്നു വരിക. പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്നൊരു വ്യക്തി ആദ്യമേ ആഗ്രഹിക്കുന്നത് നല്ല ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാനാണ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ അസ്വസ്ഥത മാറുന്നില്ല. പിന്നെ ആ വ്യക്തി അസ്വസ്ഥപ്പെടുക എനിക്ക് നന്നായി പഠിക്കാൻ സാധിക്കുമോ എന്നാണ്. നീ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു പക്ഷെ വരുന്ന അസ്വസ്ഥത ഞാൻ പോകുന്ന പരീക്ഷയിൽ ഉയർന്ന വിജയത്തോടെ പാസ്സാകുമോ എന്നാണ്. നീ പരീക്ഷ നന്നായി എഴുതി കഴിഞ്ഞാലും ഈ റിസൾട്ട് വരുമ്പോൾ ഉയർന്ന വിജയം എനിക്കുണ്ടാകുമോ? നോക്കി പല രീതിയിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മെ അസ്വസ്ഥത നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ അസ്വസ്ഥതകളെ ആർക്ക് കൊടുക്കണം? ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം കേട്ടോ. ഈ അസ്വസ്ഥതകൾ എടുത്തു മാറ്റാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വചനം നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 11-ാം വചനം നമ്മൾ കേട്ടു. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. ഇങ്ങനെ ഏത് മനുഷ്യ ജീവിതത്തിലേക്കും പ്രിയമുള്ളവരെ അസ്വസ്ഥതകൾ കടന്നു വരാറുണ്ട്. ഈ അസ്വസ്ഥതകൾ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുക? ഈ അസ്വസ്ഥതകളുടെ നടുവിലും ദൈവമായ കർത്താവിന് സമ്മതം പറയുന്ന ഒരു അഭിഷേകം ദൈവാത്മാവ് നമുക്ക് നൽകും കേട്ടോ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഇന്ന് മനുഷ്യജീവിതത്തെ അലട്ടുന്നുണ്ട്. ഒരിക്കലും വിവാഹ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി തടസ്സമുള്ള ഒരു യുവാവ്, ആ യുവാവ് ശുശ്രൂഷ കൂടാൻ വേണ്ടി വരുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി വിവാഹമേഖല തടസ്സമുള്ളത് കൊണ്ട് ഈ യുവാവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത് ഈ തടസ്സം മൂലം, ഈ അസ്വസ്ഥത കാരണം എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും അത് ബാധിക്കുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അനേകം വ്യക്തികൾക്ക് പല രാത്രിയും ഉറങ്ങാൻ സാധിക്കാത്ത പോകാൻ കാരണം അവരുടെ മനസ്സ് കിടക്കുന്നതിൽ അസ്വസ്ഥതകളാണ്. ഈ അസ്വസ്ഥതകളെല്ലാം നമുക്ക് ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. ഈ നോമ്പ് ഇതിനു വേണ്ടിയാണ്. ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ കണ്ടെത്താനും ഈ അസ്വസ്ഥതകളെ കർത്താവിന് കാഴ്ചവെക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പോലും അസ്വസ്ഥത വന്നുവെങ്കിൽ, അബ്രാഹത്തിൻ്റെ ജീവിതത്തിലും അസ്വസ്ഥത കടന്നു വന്നുവെങ്കിൽ, സാധാരണക്കാരായ നമ്മുടെ ജീവിത മേഖലയിലും അസ്വസ്ഥത കടന്നു വരും കേട്ടോ. ഈ അസ്വസ്ഥതകളെല്ലാം ദൈവത്തിന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി, അത് പരിശുദ്ധ അമ്മയുടെ ജീവിത മേഖലയെ കാണാൻ സാധിക്കും. ഈ ശൈലി നമ്മുടെ ജീവിത മേഖലയിൽ കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി വിവാഹമേൽ തടസ്സമുള്ള ഈ മകൻ ഈ മേഖലയിൽ വലിയ അസ്വസ്ഥപ്പെട്ട് കഴിയുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ അസ്വസ്ഥതകൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ദൈവികമായ സന്ദേശം ഇതായിരുന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ വിവാഹം നടക്കുന്നതായി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട വലിയ സത്യമുണ്ട്. ഈ ദൈവികമായ സന്ദേശം ലഭിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത്, പ്രിയമുള്ളവൻ്റെ കണ്ണ് നിറഞ്ഞത് ഇപ്രകാരമാണ്. ഒരു മനുഷ്യൻ്റെ 10 വർഷമായ അസ്വസ്ഥത, ഈ അസ്വസ്ഥത ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ കാഴ്ചവെക്കുമ്പോൾ ദൈവം എത്രമാത്രം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. ഈ 10 വർഷമായ അസ്വസ്ഥത നീ 6 മാസത്തിനുള്ളിൽ മാറിക്കിട്ടുമെന്ന് ദൈവം പറയുമ്പോൾ, ദൈവം എത്രയോ കാലമായി, എത്രയോ നാളുകളും വർഷങ്ങളുമായി ഈ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകൻ, ഈ മകൻ്റെ ജീവിത അസ്വസ്ഥത
ഈ വിവാഹമേലെ തടസ്സ മേഖല ഈ പരിശുദ്ധാമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് അനേകം നാളുകളായി കേട്ടോ. അതുകൊണ്ടല്ലേ ദൈവാത്മാ പറയുക, ഈ അസ്വസ്ഥത, ഈ തടസ്സ മേഖല നീ 6 മാസം കൊണ്ട് മാറിക്കിട്ടും. ആ ശുശ്രൂഷ കഴിഞ്ഞ് ആ വ്യക്തി മടങ്ങി, ആ വ്യക്തി പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. 10 വർഷമായി നടക്കാത്ത വിവാഹം ആ ശുശ്രൂഷയും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കരങ്ങളിൽ അത് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നാലാമത്തെ മാസം ഈ മകൻ്റെ വിവാഹം ഭംഗിയായി നടക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയണം കേട്ടോ. ഈ നിൽക്കുന്ന എൻ്റെയോ നിങ്ങളുടെ ജീവിത മേഖലയിൽ ഇതുമൂലം കടന്നു വരുന്ന അനേകം അസ്വസ്ഥതകളില്ലേ? സാമ്പത്തിക മേഖലയെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നവരില്ലേ? 100 വീടുണ്ടെങ്കിൽ ഒരു 90 വീടുകളും കടബാധ്യതയുള്ള വീടുകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് അസ്വസ്ഥതകളും ഇത് ഞാൻ നിങ്ങൾ പങ്കുവെക്കേണ്ടത്, പറയേണ്ടത് നല്ല ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ ശൈലി അതായിരുന്നു. ഈ അമ്മയുടെ നല്ല ശൈലി നമുക്ക് സ്വായത്തമാക്കാം. നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും ഈ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ എല്ലാവിധ അസ്വസ്ഥത നടുവിലും നിന്നുകൊണ്ട് ദൈവത്തിന് സമ്മതം പറഞ്ഞതുപോലെ, പറഞ്ഞതുപോലെ സമ്മതം പറയുന്ന ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ജോബിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 26-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ വചനം പറയുക, പ്രിയമുള്ളവരെ, ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്, എനിക്ക് വിശ്രമമില്ല, ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വിശ്രമമില്ല ദൈവമേ, ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. 20 വർഷമായി ഒരു ജോലി പോലുമില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തി, കഴിഞ്ഞ 20 വർഷമായി ജോലിക്ക് വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടല്ല, നീ കഴിഞ്ഞ 20 വർഷമായി നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി ലഭിക്കുന്നില്ല. ഈ ജോലി ലഭിക്കാത്തതിൻ്റെ വേദന നൊമ്പരം ആ വ്യക്തി പേറുമ്പോൾ നമ്മൾ അറിയേണ്ട വലിയൊരു വസ്തുതയുണ്ട്. ഈ കഴിഞ്ഞ 20 വർഷമായി ഈ വ്യക്തി ആരാണ്? ഈ നല്ലൊരു ജോലി ലഭിക്കാത്തത് മൂലം അസ്വസ്ഥപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ്. 1-2 ദിവസത്തെ അസ്വസ്ഥത പോലും നമ്മുടെ ജീവിതത്തിന് വലിയൊരു ഭാരമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 20 വർഷമായി നല്ലൊരു ജോലി ലഭിക്കാതെ ഈ വ്യക്തി അസ്വസ്ഥപ്പെട്ട് കഴിയുമ്പോൾ ഈ വ്യക്തി അനുഭവിക്കുന്ന അസ്വസ്ഥതയുടെ ഭാരം, ഈ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഭാരം, അതിൻ്റെ കാഠിന്യം എന്തുമാത്രം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും മേഖലയിൽ പ്രിയമുള്ളവരെ നമ്മൾ അസ്വസ്ഥപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ഈ അസ്വസ്ഥതകളെല്ലാം ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ കാഴ്ചവെക്കാൻ സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ഈ അസ്വസ്ഥതകൾ പരിശുദ്ധ മാതാവ് എന്താണ് ചെയ്തത്? ആ ദൈവത്തിന് വിട്ടുകൊടുത്തു കേട്ടോ. പരിശുദ്ധ അമ്മയുടെ അസ്വസ്ഥത പരിശുദ്ധ അമ്മ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ മാതൃക നമ്മൾ അനുകരിക്കണം. എന്നെയോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അസ്വസ്ഥതകൾ, ഈ അസ്വസ്ഥതകളെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ അസ്വസ്ഥതകളെ വിട്ടുകൊടുക്കാതെ ഈ അസ്വസ്ഥതകളെ സ്വന്തം എന്നതുപോലെ കൊണ്ടടക്കുമ്പോഴാണ് ജീവിതം ഭാരപ്പെട്ട ജീവിതമായി മാറുക. എന്നാൽ ഈ അസ്വസ്ഥതകളെ കർത്താവിന് കാഴ്ചവെച്ച് ഒരു ബലിയെ സമർപ്പിച്ച് നോക്കിക്കേ, ഒരു ജപമാലയെ കാഴ്ചവെച്ച് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ തേടി അത് കാഴ്ചവെച്ച് വളരെ വേഗം നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും പടിയിറങ്ങി പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. നീ ഏതൊക്കെ രീതിയിലാണ് പരിശുദ്ധ മാതാവ് ദൈവത്തോട് സമ്മതം പറഞ്ഞത്, പറഞ്ഞത്? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ 3 സമയങ്ങളിൽ അതിൽ 3 കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി പരിശുദ്ധ അമ്മ പറഞ്ഞത്, സമ്മതം പറഞ്ഞത് പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നത്തിന്. പിതാവായ ദൈവത്തിന് അമ്മയെക്കുറിച്ച്, പരിശുദ്ധ മാതാവിനെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്. തന്നെക്കുറിച്ച് പിതാവായ ദൈവത്തിനുള്ള സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങളോട് പരിശുദ്ധ അമ്മ സമ്മതം പറയുകയാണ്, പറയുകയാണ്. ഈ പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ, ഈ സമ്മതം നൽകി കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു പരിശുദ്ധ അമ്മയിൽ രൂപം കൊള്ളുക. അപ്പോൾ ദൈവം നമ്മെ രൂപം കൊള്ളാൻ വേണ്ടി ദൈവത്തിൻ്റെ പല പല സ്വപ്നങ്ങളും നമ്മുടെ ജീവിത മേഖലയിൽ സംഭവിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽപ്പുണ്ട്.
നമുക്ക് ദൈവത്തോട് സമ്മതം പറയാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ അസ്വസ്ഥതകളിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തിയാണ്. എന്ന് ദൈവത്തിൻ്റെ സ്വപ്നം എന്ന് പറയുക. ഇന്ന് പല കുടുംബങ്ങളിലും ആ കുടുംബത്തിലേക്ക് ദൈവം നൽകുന്ന സ്വപ്നത്തോടെ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ കുറിച്ചും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് സമ്മതം നൽകാൻ പറയാൻ സാധിക്കുന്നുണ്ട്. അത് വൈദിക വിളിയുടെ സമർപ്പിത വിളിയുടെ അഭിഷേകം ലഭിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളാകാം. ഒരു മകനോ മകളോ പ്രിയമുള്ളവരെ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞ് എനിക്കൊരു വൈദികനായി മാറണം, എനിക്ക് സമർപ്പിതയായി മാറണം. ആ മക്കൾ ദൈവത്തിൻ്റെ സ്വപ്നം തിരിച്ചറിയുക. ഈ സ്വപ്നം തിരിച്ചറിഞ്ഞ് നീ പ്രിയപ്പെട്ട അപ്പൻ്റെയും അമ്മയുടെ അടുക്കൽ വരുമ്പോൾ ഈ സ്വപ്നം പങ്കുവെക്കുമ്പോൾ എത്ര മാതാപിതാക്കൾ ഈ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് സമ്മതം പറയുന്നുണ്ട്, പറയുന്നുണ്ട്. ഇങ്ങനെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് പറയാതെ അവരവരുടെ സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളറിയണം കേട്ടോ, ഇവിടെ കരയുന്നത് ദൈവമായ കർത്താവ്, ഇവിടെ വിഷമിക്കുന്ന ദൈവമായ കർത്താവ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് നമുക്ക് പല പല സ്വപ്നങ്ങൾ ഉള്ളതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദൈവത്തിനും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് പറയാൻ നമുക്ക് സാധിക്കണം. നീ രണ്ടാമതായി പരിശുദ്ധ മാതാവ് സമ്മതം പറയുന്നത് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക്. ദൈവത്തിൻ്റെ പരിപാലനയോട് എനിക്ക് നിങ്ങൾക്ക് സമ്മതം പറയാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ പരിപാലിക്കും. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന വലിയ ഉറപ്പാണ്. പരിശുദ്ധ അമ്മ ഈ ദൈവത്തിൻ്റെ പരിപാലനയോട് സമ്മതം പറയുകയാണ്, പറയുകയാണ്. സാമുവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 36-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. അങ്ങയുടെ പരിപാലനമാണ് എന്നെ വലിയവനാക്കിയത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ പരിപാലനം നമ്മെ വലുതാക്കിയത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു വ്യക്തിയെ വലുതാക്കി മാറ്റുന്നത്, ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, ഒരു വ്യക്തിയെ അനുഗ്രഹമായി മാറ്റുന്നത് ആ വ്യക്തിയുടെ കഴിവോ സിദ്ധികളൊന്നുമില്ല. ആ വ്യക്തിയെ ദൈവം ഉയർത്തുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് സമ്മതം പറയുമ്പോഴാണ്. അങ്ങനെ എന്നെയോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് സമ്മതം പറയാൻ സാധിക്കാതെ പോകുന്നുവെങ്കിൽ നമുക്ക് ഈ ദിവസം പറയാൻ സാധിക്കണം, ദൈവം ഞാൻ അങ്ങയുടെ പരിപാലനയോട് പറയുകയാണ്, സമ്മതം പറയുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാം അധ്യായം 3-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പിതാവേ അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. പിതാവേ അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. ഇപ്പം നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. നമ്മെ അനുദിനം കൂട്ടിക്കൊണ്ട് നടക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. ഈ ദൈവത്തിൻ്റെ പരിപാലനയോട് പരിശുദ്ധ മാതാവ് പറഞ്ഞതുപോലെ, സമ്മതം പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സമ്മതം പറയാൻ നമുക്ക് സാധിക്കണം കേട്ടോ. ഈ മൂന്നാമതായി പരിശുദ്ധ മാതാവ് സമ്മതം പറയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തോടാണ്. ദൈവഹിതത്തോട് സമ്മതം പറയുകയാണ് പരിശുദ്ധ അമ്മ. നമ്മൾക്ക് ജീവിതത്തിൽ ദൈവഹിതത്തോട് സമ്മതം പറഞ്ഞ് ജീവിക്കേണ്ട ദൈവമക്കളാണ്. മക്കാമാരുടെ 1-ാം പുസ്തകം 3-ാമത്തെ അധ്യായം 60-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവിടെ വചനം പറയുന്നത് ദൈവഹിതം നിറവേറട്ടെ എന്നാണ്. ദൈവഹിതം നിറവേറട്ടെ എന്ന വചനം പറയുക. നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നു? നമ്മൾ ഈ 8 നോമ്പ് എടുക്കുമ്പോഴും ഈ നോമ്പിലൂടെ യാത്ര ചെയ്യുമ്പോഴും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോഴും എനിക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ജീവിത മേഖലയിൽ, ദൈവത്തിൻ്റെ കുടുംബത്തിൽ, ദൈവത്തിൻ്റെ ശുശ്രൂഷ മേഖലയിൽ, ദൈവത്തിൻ്റെ അധ്വാന മേഖലയിൽ, ദൈവത്തിൻ്റെ പരീക്ഷ മേഖല, ജോലി മേഖലയിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്ന, ദൈവഹിതത്തോട് പറയുന്ന, ദൈവഹിതത്തിന് സമ്മതം പറയുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വചനം പ്രിയമുള്ളവരെ ഇപ്രകാരം പറയുകയാണ്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇപ്പോൾ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോവുകയാണ്, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു.
പരിശുദ്ധ അമ്മ ദൈവഹിതത്തോട് യെസ് പറഞ്ഞു, സമ്മതം പറഞ്ഞു. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവഹിതത്തോട് സമ്മതം അറിയുന്ന ഒരു അഭിഷേകം പരിശുദ്ധ അമ്മയുടെ മാതൃസ് വഴി ദൈവം നമുക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇനി വരുന്നത് ദീപികാരൻ്റെ ആരാധനയാണ്. ഈ ദീപികാരൻ്റെ ആരാധനയിൽ തിരുവോസ്തുര്യനായ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. അത് മക്കളെ ഓർത്തുള്ള അസ്വസ്ഥതയാകട്ടെ, ഭാവിയെക്കുറിച്ചുള്ള അസ്വസ്ഥതയാകട്ടെ, വിവാഹം നടക്കാത്ത മേഖലയെക്കുറിച്ചുള്ള അസ്വസ്ഥതയാകട്ടെ, കുടുംബനില അസ്വസ്ഥതകൾ, സാമ്പത്തിക മേഖല അസ്വസ്ഥതകൾ, ഏത് അസ്വസ്ഥതകളും ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ ഈശോയുടെ കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ദൈവഗതത്തിന്, ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക്, എല്ലാറ്റുപരിയായ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് സമ്മതം അറിയിച്ചതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വപ്നത്തിനും ദൈവത്തിൻ്റെ പരിപാലനയ്ക്കും ദൈവഗതത്തിനും ദൈവമേ ഞാൻ സമ്മതം പറയും. ഞാൻ ഒരിക്കലും അതിനെതിരെ നിൽക്കില്ല. ഈ ഉറച്ച തീരുമാനമെടുക്കാൻ ഇനിയുള്ള സമയങ്ങളിൽ തിരുവോസ്തുര്യനായ ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി വരികയാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്രാങ്ങയ്ക്കാരാധന, യേശുനാഥാങ്ങയ്ക്കാരാധന. ദൈവപുത്രാങ്ങയ്ക്കാരാധന, യേശുനാഥാങ്ങയ്ക്കാരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ഒന്നുയർന്ന് സ്തുതിച്ച് ആരാധിക്കുക. തിരുവോസ്തുര്യനായ ഈശോയെ ഒന്നുയർന്ന് സ്തുതിക്കുന്നു. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായി കടന്നു വരുന്ന സമയം ഈ ശുശ്രൂഷനായിരിക്കുന്ന ഒരു പറ്റിയും സ്തുതിക്കട്ടെ.
യേശുവിന്റെ നാമം വീണ്ടും വീണ്ടും വിളിക്കും. ബല 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 ബല. ഈ ആരാധനയായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക്, ഇത് പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് തിരുവസ്തുവിനായി യേശുവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചു. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നവര് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു തിരുവസ്തുവിനായി ഈശോയെ ആരാധിക്കുക. ബല 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 ബല
ഇരു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ കണ്ണുകൾ തുറന്ന് തിരുവസ്തുരൂപനായ ഈശോയെ പ്രിയമുള്ളവരെ നമുക്ക് നോക്കാം. ഈ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെ ഈ സമയം സ്പർശിക്കുന്ന സമയമാണ്. ഞാൻ ഈശോയെ ഞാൻ ഒന്നുചേർന്ന് അങ്ങേ ആരാധിക്കുക. നോമ്പിൻ്റെ 3-ാം ദിവസമായി ഇന്ന് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയത്തോട് ദൈവത്തിൻ്റെ ദൂത് വന്ന് അറിയിക്കുമ്പോൾ മറിയത്തിനുണ്ടായ അവസ്ഥയെക്കുറിച്ച് വചനം വീണ്ടും പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വചനം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത്. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. മറിയത്തിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥത കടന്നു വന്നുവെങ്കിൽ നിസ്സാരപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 21-ാം അധ്യായം 11-ാം വചനം അവിടെ അബ്രാഹാം വളരെ അസ്വസ്ഥനായി എന്ന് വചനം പറയുന്നു. അബ്രാഹാം അസ്വസ്ഥനായി എന്നതിൻ്റെ കാരണം വചനം പറയുന്നത് തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. മക്കളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളിയെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന ജീവിത പങ്കാളി, സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന സഹോദരങ്ങൾ, സഹപ്രവർത്തകരെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന അധികാരികളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന സഹപ്രവർത്തകർ. ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഈ അസ്വസ്ഥതകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ തിരുവസ്തുരൂപനായ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്നെ അസ്വസ്ഥതകളൊന്നും ഒപ്പിയെടുക്കണമേ. അസ്വസ്ഥതകൾ ഒപ്പിയെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവേ എന്നെ നിറയണമേ എന്ന് ചേർത്ത് പാടി പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ അഭിഷേകം ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഈ അസ്വസ്ഥതകളെല്ലാം നമ്മിൽ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. തിരുവസ്തുരൂപനായ ഈശോയെ നോക്കിക്കൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് നേർന്ന് ആരാധിക്കുക. ചെറുതുപാട കർത്താവാം യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, കന്യാമേരിയിൽ വന്നു നിറഞ്ഞൊരു പരിശുദ്ധാത്മാവേ. കർത്താവാം യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, കന്യാമേരിയിൽ വന്നു നിറഞ്ഞൊരു പരിശുദ്ധാത്മാവേ. ശിഷ്യന്മാരിൽ വന്നു നിറഞ്ഞൊരു പരിശുദ്ധാത്മാവേ, ആദിമസഭയിൽ വന്നു നിറഞ്ഞൊരു പരിശുദ്ധാത്മാവേ. ശിഷ്യന്മാരിൽ വന്നു നിറഞ്ഞൊരു പരിശുദ്ധാത്മാവേ, ആദിമസഭയിൽ വന്നു നിറഞ്ഞൊരു പരിശുദ്ധാത്മാവേ. കരമയത്തിടിച്ച് നിറയണമേ, എന്നിൽ നിറയണമേ,
ആമേ പരിശുദ്ധാത്മാവേ ആമേ എന്നിൽ വന്നു നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ നിറയട്ടെ നിറയണമേ എന്നിൽ നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ കരമയത്തെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ 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 ഇരുകരങ്ങൾ താഴ്ത്തിയടിച്ചു കരഘോഷത്തോടെ ഒന്നിയേർന്ന പരിശുദ്ധാത്മാവിൻ നിറവ് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ ജീവിത മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ അസ്വസ്ഥതകളിലേക്കും എല്ലാവിധ ഭാരങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിയെ കടന്നു വരണമേ എന്ന് പാടി പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ എന്തിനെ ഓർത്ത് അസ്വസ്ഥപ്പെടുക അസ്വസ്ഥതയുടെ കാരണങ്ങളെല്ലാം തിരുവസ്തുവിനായി ഈശോയ്ക്ക് കാഴ്ചവെച്ചു ചെറുതുപാടാൻ സോളമനിലും സൗളിലും ദാവീദിലും ഏലിയായിലും ആമേ സോളമനിലും സാവൂളിലും ആമേ ദാവീദിലും ഏലിയായിലും വന്നു നിറഞ്ഞൊരാത്മാവേ ആത്മാവേ. വരേണമേ എന്നിൽ നിറയണമേ നിറയട്ടെ വന്നു നിറഞ്ഞൊരാത്മാവേ വരേണമേ ആമേ എന്നിൽ നിറയണമേ കരമുയർത്തിടിച്ച് നിറയണമേ എന്നിൽ നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ ചേർന്ന് വിളിക്കുന്നു റൂഹായേ റൂഹായേ റബീഷ് റൂഹായേ 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 കരപിടിച്ച് ഇരുവശങ്ങളിലേക്ക് തുണിയിക്കൊണ്ട് കരഘോഷത്തോടെ ദൈവത്തിന്റെ ആത്മാവെ എന്ന് പറഞ്ഞറിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ അഭിഷേകം ഈ കാലഘട്ട അഭിഷേകം ദൈവാത്മാവ് നമ്മിലേക്ക് ഭക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചേർത്ത് പാടാം ആത്മാവ് നൽകും വിടുതൽ ആത്മാവ് നൽകും രോഗസൗഖ്യങ്ങൾ ആത്മാവ് നൽകും വിടുതൽ ആത്മാവ് നൽകും രോഗസൗഖ്യങ്ങൾ വന്നു നിറയൂ അഭിഷേകമേ വരേണമേ എന്നിൽ നിറയണമേ ചേർത്ത് പാടാം വന്നു നിറയൂ അഭിഷേകമേ വരേണമേ എന്നിൽ നിറയണമേ നിറയണമേ എന്നിൽ നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ ആമേ നിറയണമേ ആമേ പരിശുദ്ധാത്മാവേ ആമേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ ചേർന്ന് വിളിക്കാമോ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഇരുകാരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കുക. പരിശുദ്ധ അമ്മ, സമ്മതം പറയുന്ന അമ്മയെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ അമ്മ ദൈവത്തോട് സമ്മതം പറയുന്ന അമ്മയെ, മദർ ഓഫ് യെസ്. നമ്മുടെ ജീവിതത്തിലും പല അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ അസ്വസ്ഥതകളെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവത്തോട് യെസ് പറയാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയിൽ അസ്വസ്ഥതയുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മ ദൈവത്തോട് സമ്മതം പറയുക. 3 കാര്യങ്ങളോടാണ് പരിശുദ്ധ അമ്മ യെസ് പറയുക. ഒന്നാമതായി പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് യെസ് പറയുക, സമ്മതം പറയുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തിരുവസ്തുരനായി ഈശോയെ നോക്കിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, എൻ്റെ നല്ല ഈശോയെ, ഞാൻ അങ്ങയുടെ സ്വപ്നത്തിന് യെസ് പറയുന്ന ഒരു മകൻ, ഒരു മകളാണെന്ന്. പലപ്പോഴും നമ്മൾ നമ്മുടേതായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരല്ലേ, അത് നടപ്പിലാകാൻ ആഗ്രഹിക്കുന്നവരല്ലേ. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകണം, ദൈവത്തിൻ്റെ സ്വപ്നം എൻ്റെ കുടുംബത്തിലുണ്ടാകണം, ദൈവത്തിൻ്റെ സ്വപ്നം എൻ്റെ മക്കളിൽ നടപ്പിലാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പരിശുദ്ധമ്മ പഠിപ്പിക്കുന്നത് ആഗ്രഹിക്കാനാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു മകനോ മകളോ ഒരു വൈദികനോ സമർപ്പിതയായി മാറാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വപ്നമാണ് എന്ന് എത്ര അപ്പനും അമ്മയ്ക്കും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ വൈദിക സമർപ്പിത വിളി കിട്ടുന്ന മക്കളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സ്വപ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യെസ് പറയാൻ സാധിക്കും. നീയൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ, നമ്മളവരെ തടഞ്ഞു നിർത്തുമ്പോൾ, നമ്മൾ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക. നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്വപ്നത്തിന് എതിര് നിൽക്കുന്നവരായി മാറരുത്. ദൈവത്തിൻ്റെ സ്വപ്നത്തിന് എതിര് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നീട് പല പല അസ്വസ്ഥതകൾ, വലിയ വലിയ തകർച്ചകൾ കടന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് വലിയ വലിയ സ്വപ്നമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നം നിറവേറ്റുന്നവനാണ്. ഞാൻ അതിനോട് യെസ് പറയുന്ന വ്യക്തിയാണ്. ദൈവസ്വപ്നത്തോട് ഞാൻ സഹകരിക്കുന്ന ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. ദൈവത്തിൻ്റെ സ്വപ്നത്തോട് യെസ് പറയുന്നൊരു അഭിഷേകം ഈ സമയം എനിക്ക് തരാൻ വേണ്ടി ദൈവാത്മാവെ നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ. ആമേൻ. നിറയണമേ, എന്നിൽ നിറയണമേ ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ. ദൈവമേ, രണ്ടാമതായി പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞത്, സമ്മതം പറഞ്ഞത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക്. ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയുടെ മുമ്പിൽ സമ്മതം പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുന്ന ഒരു ജീവിതമുള്ള ഒരു വ്യക്തിയാണ്. സമൂൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 36-ാം തിരുവചനം നമ്മോട് പറയുക, അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി മാറ്റി. ദൈവനെ പരിപാലിക്കും, ദൈവനെ വഴി നടത്തും, ദൈവമെന്നെ കാത്തു സൂക്ഷിക്കും, ദൈവം എനിക്ക് ആവശ്യമുള്ളത് നൽകും. ഇപ്രകാരം മറിയം ചിന്തിച്ചതുപോലെ ചിന്തിക്കുക, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുമ്പോൾ ഈ ദൈവം നമ്മെ വലിയവനാക്കി വലിയവനാക്കി മാറ്റും. ദൈവമേ,
പരിശുദ്ധ അമ്മ യെസ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിപാലനയോട് യെസ് പറയുന്ന ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ജീവിക്കാനുള്ള അഭിഷേകത്തിലേക്ക് ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഭക്ഷിക്കണമേന്ന് ആഗ്രഹിച്ച് ചേർത്ത് പാടുകയാണ്. നിറയണമേ എന്നെ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ. ഈ അഭിഷേകത്തിന് വേണ്ടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണം. ദൈവത്തിന്റെ പരിപാലനെ ആശ്രയിച്ച് അതിൽ വിശ്വസിക്കുന്ന അതിനെ പറയുന്ന ഒരു ജീവിതമായ ജീവിതത്തെ മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ബല 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 പരിശുദ്ധാമ്മ മൂന്നാമതായി സമ്മതം പറഞ്ഞത്, യെസ് പറഞ്ഞത് ദൈവഹിതത്തിന് യെസ് പറയുന്ന സമ്മതം പറയുന്ന ഒരു അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ശാന്തമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മഖാമാരുടെ 1-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 60-ാം വചനം പറയുന്നു, ദൈവഹിതം നിറവേറട്ടെ. ജീവിത പ്രതിസന്ധിയിൽ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ, ജീവിതത്തിൻ്റെ പരാജയ മേഖലയിൽ, ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില താഴ്ചകളിലും വീഴ്ചകളിലും നമുക്ക് എത്ര പേർക്ക് തിരുവസ്തുര്യനായി ഈശോ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കുന്നു, ദൈവഹിതം നിറവേറട്ടെ എന്ന്. ദൈവഹിതം നിറവേറട്ടെ എന്ന് ദൈവത്തിൻ്റെ ഹിതത്തോട് യെസ് പറയുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് ഈ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് ഇവന് ദൈവത്തിൻ്റെ ആത്മാവെന്നറിയുന്ന സമയം ദൈവഹിതം ദൈവമേ അതിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും വെളിപ്പെടാൻ വേണ്ടി, ഞാനിതിന് കീഴ്പ്പെടാൻ വേണ്ടി, ഞാനിതിന് യെസ് പറയുന്നൊരു വ്യക്തിയായി മാറാൻ വേണ്ടി ഈ അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? തിരുവസ്തുര്യനായി ഈശോ നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചേർത്ത് പാടാം, യേശു നോക്കി ചേർത്ത് പാടാം. നിറയണമേ നിറയണമേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ അമേ പരിശുദ്ധാത്മാവേ, അമേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ. ഒരു നിമിഷം ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഈ സുതരുന്ന ആശ്രമാത നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ആശ്രമാത പേടിയിൽ ഉദയവുമേനെയും എൻ്റെ ജീവിതത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ.
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.